ഈ പരിണീതയ്ക്ക് മുമ്പ് തന്നെ ഇവര് ഒരു ബംഗാളി സിനിമയിലാണ് ആദ്യം അഭിനയിക്കുന്നത്. ബലോ തേക്കോ എന്ന് പറയുന്ന ഒരു ബംഗാളി സിനിമയിൽ അഭിനയിച്ച് അതിൽ അത്യാവശ്യം അവർക്ക് നല്ലൊരു പേര് കിട്ടി. പിന്നെ അതിനെന്തോ ചില ചാനൽസിന്റെ ചില അവാർഡ്സ് ഒക്കെ കിട്ടിയിരുന്നു. അപ്പൊ അതിലൊരു ശ്രദ്ധിക്കപ്പെട്ട സമയത്താണ് പിന്നീട് ഈ പരിണീത വന്നു കഴിഞ്ഞപ്പോഴാണ് അതിലേക്ക് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ പരിണീതയുടെ അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സമയത്ത് പറഞ്ഞാൽ അന്ന് സെയ്ഫ് അലി ഖാനും അഭിഷേക് ബച്ചനെയായിരുന്നു അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് അത് മാറിയിട്ടാണ് സഞ്ജയ് ദത്തും, അതായത് അഭിഷേക് വെച്ചിരുന്ന റോളിലേക്ക് സെയ്ഫ് അലി ഖാൻ വരികയും മറ്റേ റോളിലേക്ക് സഞ്ജയ് ദത്ത് വരികയൊക്കെ ചെയ്തു. അപ്പം അന്ന് ഇവർക്ക് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ളാണെങ്കിൽ തന്നെ ഒരു അത്യാവശ്യം ഒരു ഹെവി ആയിട്ടുള്ള റോൾ ആയതുകൊണ്ട് വിദ്യാബാലൻ ഓക്കെ ആയിരിക്കും. നേരത്തെ പറയുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഇവർ അഭിനയിച്ച സിനിമകൾ മുടങ്ങിപ്പോയതൊക്കെ ചിലപ്പോൾ അവിടെയും ഇന്ത്യൻ സിനിമാ ലോകം മുഴുവനും ചിലപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇവരെ അഭിനയിപ്പിക്കണോ എന്നൊക്കെ. അപ്പോൾ സേഫിനാണെങ്കിൽ അന്ന് ഐശ്വര്യയോ അല്ലെങ്കിൽ അതുപോലുള്ള ആരെങ്കിലൊക്കെ മതി എന്നുള്ള ഒരു ഇതൊക്കെ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ സംവിധായകൻ്റെ ഒരു പ്രദീപ് സർക്കാർ എന്ന സംവിധായകൻ്റെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അങ്ങനെ വിദ്യാബാലൻ ആ സിനിമയിൽ അഭിനയിച്ചു. അതിൽ വിദ്യാബാലന് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കൊണ്ട് പുതുമുഖ നായികയ്ക്കുള്ള ഫിലിം ഫെയർ അവാർഡ് ഉൾപ്പെടെയുള്ള കുറച്ച് അവാർഡ്സൊക്കെ കിട്ടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്താ പറയുക, പിന്നെ അവരുടെ ഒരു യാത്ര ശരിക്കും എന്താ പറയുക, പിന്നെ അങ്ങോട്ടൊന്ന് തുടങ്ങുക തന്നെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരുപാട് സിനിമകൾ ലഗേ രഹോ മുന്നാബായി, പിന്നെ ഗുരു എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമായി അവർ കുറേ സിനിമകളുണ്ട്. അപ്പോൾ ഗുരുവിലൊക്കെ ശരിക്കും നമുക്കറിയാം അതിൽ ഐശ്വര്യയും അഭിഷേക് ബച്ചനെങ്കിലും, പക്ഷെ അതിൽ വളരെ പ്രധാനപ്പെട്ട റോളാണ് വിദ്യാബാലൻ ചെയ്തത്. അത് മണിരത്നം എന്ന് പറയുന്ന ഒരു സംവിധായകൻ വിളിച്ചാൽ ആരും പോകും. കാരണം അതിൽ ചെറിയ റോളാണെങ്കിൽ പോലും ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഡ്രീമാണ്. അങ്ങനെ കുറേ സിനിമകളൊക്കെ ചെയ്ത് പിന്നെ ഭൂൽ ഭുലയ്യ എന്ന് പറയുന്ന പ്രിയദർശൻ സിനിമ, നമ്മുടെ മണിച്ചിത്രത്താഴിൻ്റെ റീമേക്ക്, അതിൽ ശോഭന ചെയ്ത റോള് നമുക്കൊരിക്കലും ശോഭനയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല വിദ്യാബാലനെ. പക്ഷേ അവിടെ വിദ്യാബാലൻ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിദ്യാബാലൻ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പോഷർ കിട്ടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അത് ഡർട്ടി പിക്ചർ എന്ന് പറയുന്ന നമ്മുടെ സിൽക്ക് സ്മിതയുടെയൊക്കെ ലൈഫിനെ ആസ്പദമാക്കിയിട്ടുള്ള ആ ഒരു സിനിമ, അതിന് അവർ അതിഗംഭീരമായിട്ട് ചെയ്തു. ആ ഒരു സിനിമയ്ക്ക് അവർക്ക് ആദ്യമായിട്ട് ഒരു നാഷണൽ അവാർഡ് വരെ കിട്ടി. അതായത് ആ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു അഭിനയിക്കാൻ അറിയില്ല എന്നും അല്ലെങ്കിൽ എന്താ പറയുക ഭാഗ്യമില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട അവിടെ നിന്ന് അങ്ങോട്ടുള്ള അവരുടെ ഒരു യാത്ര നാഷണൽ അവാർഡ് വരെ വിന്നിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബോളിവുഡിൽ വരെ വളരെ വിലപിടിപ്പുള്ള ഒരു നായികയായിട്ട് മാറാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്.